ഹായ് ഫ്രണ്ട്സ്, കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. PSC ഈയിടയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ, അതുമായിട്ട് അനുബന്ധപ്പെട്ട വിവരങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ലാഹോർ ആണ്. 2024 കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ലാഹോർ ആയിരുന്നു. 2024 കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൻ്റെ ഏറ്റവും മലിനമായ നദി കല്ലായിപ്പുഴയാണ്. കോഴിക്കോടുള്ള കല്ലായിപ്പുഴയാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൻ്റെ ഏറ്റവും മലിനമായിട്ടുള്ള നദി. രണ്ടാമത്തെ നദി കരമനയാറ്, തിരുവനന്തപുരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാറ് നിലവിൽ വന്ന ദിവസം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാറ് നിലവിൽ വന്ന ദിവസം 2025 ജനുവരി 19-നാണ്. 2025 ജനുവരി 19 എന്ന് ഓർക്കുക വെടിനിർത്തൽ കരാറ് നിലവിൽ വന്നത്. അതുപോലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്നപ്പോൾ ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഇന്ത്യയുടെ ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ അജയ്. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? കെ അരവിന്ദാക്ഷനാണ്. 54ാമത്തെ ഓടക്കുഴൽ അവാർഡാണ് കെ അരവിന്ദാക്ഷന് ലഭിച്ചത്. ഗോപ്പ എന്ന നോവലിനാണ്. ഗോപ്പ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് സിദ്ധാർത്ഥനും യശോധരയും. അപ്പം ഓടക്കുഴൽ അവാർഡ് 2024 പറഞ്ഞത് കെ അരവിന്ദാക്ഷനാണ്. 54ാമത്തെ ഓടക്കുഴൽ അവാർഡായിരുന്നു. ഗോപ്പ എന്ന നോവലിനാണ് ലഭിച്ചത്. അതിലെ കഥാപാത്രങ്ങളാണ് സിദ്ധാർത്ഥനും യശോധരയും. അടുത്തത് 2024 എഴുത്തച്ഛൻ പുരസ്കാരം. 32ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിച്ചത്. NS മാധവനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. 32ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ബുക്സാണ് ഹിഗ്യുറ്റ, ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ, തിരുത്ത്. തിരുത്ത് അദ്ദേഹത്തിൻ്റെ ചെറുകഥയാണ്. ഹിഗ്യുറ്റ കഥാസമാഹാരമാണ്. ഹിഗ്യുറ്റയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ ഓടക്കുഴൽ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിഗ്യുറ്റയ്ക്കും ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. NS മാധവൻ്റെ ചെറുകഥയാണ് തിരുത്ത് എന്നും ഓർത്തിരിക്കുക. അടുത്തത് 2024 വയലാർ അവാർഡാണ്. വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ, കാട്ടൂർ കടവ് എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് ലഭിച്ചത്. 48ാമത്തെ വയലാർ അവാർഡാണ് എന്ന് ഓർക്കുക. 2024 കൊടുത്തത് 48ാമത്തെ വയലാർ അവാർഡാണ്. അശോകൻ ചരുവിലിനാണ് ലഭിച്ചത് കാട്ടൂർ കടവ് എന്ന കൃതിക്ക്. അങ്ങനെയെങ്കിൽ 47ാമത്തെ വയലാർ അവാർഡ് ആർക്കായിരുന്നു? ശ്രീകുമാരൻ തമ്പിക്ക് ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് ലഭിച്ചത് എന്ന് ഓർക്കുക. അടുത്തത് 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ്. ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് എന്ന് ഓർക്കുക. കാക്കശ്ശേരി ജ്ഞാനപ്പാന 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ്. ഇപ്പം തന്നെ പഠിച്ചു പോവുക. 2025 ജ്ഞാനപ്പാന പുരസ്കാരം KP ശങ്കരനാണ് ലഭിച്ചത്. KP ശങ്കരനാണ് 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ചോദിച്ചതാണ് പ്രതിഭ റായിക്കാണ്. 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രതിഭ റായിക്കാണ്. ഒഡിയ സാഹിത്യകാരിയാണ് എന്ന് ഓർക്കുക. ONV യുവ സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് ദുർഗാ പ്രസാദിനാണ്. ONV യുവ സാഹിത്യമാണെങ്കിൽ ദുർഗാ പ്രസാദിനാണ് ലഭിച്ചത്. അടുത്തത് 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2024 ആണെങ്കിൽ മാധവ് ഗാഡ്ഗിലിനാണ് ലഭിച്ചത്. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം മാധവ് ഗാഡ്ഗിലിനാണ് ലഭിച്ചത്. നമ്മൾ കസ്തൂരി രംഗനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, അതുകൊണ്ട് പറയുന്നില്ല.
അപ്പം മാധവ് ഗാഡ്ഗിലിനാണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ ആരുടെ ആത്മകഥയാണ്? മാധവ് ഗാഡ്ഗിലിൻ്റെ ആത്മകഥയാണ്. മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റേതാണ്? മുബാറക് അൽ കബീർ പരമോന്നത സിവിലിയൻ പദവിയാണ്. അപ്പോൾ അത് ഏത് രാജ്യത്തിൻ്റേതാണ് എന്നാണ് ചോദ്യം. ഏതിൻ്റെയാണ്? കുവൈറ്റിൻ്റെയാണ്. കുവൈറ്റിൻ്റെയാണ് മുബാറക് അൽ കബീർ. കേരള സംസ്ഥാനത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് എന്ത്? നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷനിൽ ഉത്തരമില്ല. എ ഷാജഹാനാണ് ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. 7ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാൻ. ഇനി ഓപ്ഷനിൽ രത്തൻ യു കേൽക്കർ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. കേരളത്തിൻ്റെ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് രത്തൻ യു കേൽക്കർ. അടുത്തത് 4 സൂചനകൾ തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസും താഴെ കൊടുത്തിട്ടുണ്ട്. സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ കണ്ടെത്താനാണ്. 1988 ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. 2024 ജനുവരി 31 ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയായിട്ട് വിരമിച്ചു. 2024 ജനുവരി 31 വരെ ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറി ആരാണ് എന്നറിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അതറിയത്തില്ലെങ്കിൽ അടുത്ത ഹിൻഡിൽ കിട്ടും. 2025 ഫെബ്രുവരി 19 മുതൽ പുതിയ സേവനകാലം ആരംഭിച്ചു. ആരായിരുന്നു 2025 ഫെബ്രുവരി 19 നിയമിതനായത്? ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ഗ്യാനേഷ് കുമാറാണ് നിയമിതനായത്. അദ്ദേഹത്തിൻ്റെ കാലാവധി 2029 ജനുവരി 26 അവസാനിക്കും. 2029 ജനുവരി 26 ഈ സേവനകാലം അവസാനിക്കും. അപ്പം ഗ്യാനേഷ് കുമാറാണ് 26ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എന്ന് ഓർത്തിരിക്കുക. നമ്മൾ സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഇപ്പോഴത്തെ എന്ന് പഠിച്ചു. എ ഷാജഹാനാണ്. ഇനി നമുക്ക് കുറച്ച് നിയമനങ്ങൾ നോക്കാനുണ്ട്. പ്രധാനപ്പെട്ടത് മാത്രമേ ഉള്ളൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്. അരുൺകുമാർ മിശ്ര ഇരുന്നപ്പോൾ ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 2 പ്രാവശ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് വി രാമസുബ്രഹ്മണ്യൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കേരളത്തിൻ്റെ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. അപ്പം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. അടുത്തത് ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹീരാലാൽ സമരിയാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരിനായരുമാണ്. വി ഹരിനായരാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. അടുത്തത് ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നമ്മൾ പറഞ്ഞു 26ാമത്തെ ഗ്യാനേഷ് കുമാറാണ്. അതിന് മുന്നേ ഇരുന്നത് ആരായിരുന്നു? രാജീവ് കുമാർ ആയിരുന്നു. ഇനി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോഴത്തെ ആരാണ്? എ ഷാജഹാനാണ്. സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? കേരളത്തിൻ്റേത് എ ഷാജഹാനാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാനയാണ്. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ കിഷോർ മക്വാനയും ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യയുമാണ്. പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് ചോദിക്കുന്നതെങ്കിൽ അന്തർ സിംഗ് ആര്യയാണ് എന്ന് ഓർക്കുക. ഇനി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ BS മാവോജിയാണ്. ഇപ്പോഴത്തെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ BS മാവോജിയാണ്. UPSC ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ പ്രീതി സുധനാണ്. നമ്മുടെ കേരള PSC ചെയർമാൻ ആരാണ്? MR ബൈജു ആണ് എന്ന് ഓർക്കുക. അതുപോലെ കേരളത്തിൽ ഇപ്പം പുതിയൊരു നിയമനം നടന്നു. A ജയ തിലക് ആരാണ്? ശാരദാ മുരളീധരൻ കഴിഞ്ഞ് ഇപ്പോൾ പുതിയ ചീഫ് സെക്രട്ടറി വന്നിട്ടുണ്ട് A ജയ തിലക്. അത് ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യന് ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെയാണ്?
ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെയാണ്? ബോൾഗാട്ടിയിലാണ്. ഓർത്തിരിക്കുക, ബോൾഗാട്ടിയിലാണ് ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത്. അടുത്തത് 2024 നടന്ന 2020 ലോകകപ്പ് ക്രിക്കറ്റിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനാണ്. 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്ന്. ഇതിൽ തെറ്റായിട്ടുള്ളതാണ് കണ്ടെത്തേണ്ടത് എന്ന് ഓർക്കുക. ഏറ്റവും കൂടിയ റൺസ് നേടിയ റഹ്മാനുള്ള ഗുർബാസ് പാകിസ്ഥാൻ താരമാണ്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് റഹ്മാനുള്ള ഗുർബാസ് തന്നെയാണ്. അദ്ദേഹം പാകിസ്ഥാൻ താരമാണോ? അല്ല, അഫ്ഗാനിസ്ഥാൻ താരമാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. റൺ വേട്ടയിൽ 3-ാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയാണ്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ടൂർണമെൻറ്റിലെ താരമായിട്ട് തിരഞ്ഞെടുത്തത് ജസ്പ്രീത് ബുംറയാണ്. എങ്കിലും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം 2 പേരുണ്ട്, ഫസൽ ഹക്ക് ഫാറൂഖി അതുപോലെ അർഷദീപ് സിംഗ്. അപ്പോൾ അങ്ങനെ 2 പേരാണ്. ഫസൽ ഹക്ക് ഫാറൂഖി അഫ്ഗാൻ താരമാണ്, അർഷദീപ് സിംഗ് ഇന്ത്യൻ താരവുമാണ് എന്ന് ഓർക്കുക. അടുത്ത 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ശരിയാണ്, 55 മത്സരങ്ങളായിരുന്നു 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ ഉണ്ടായിരുന്നത്. മത്സരിച്ച ടീമുകൾ 20 ടീമായിരുന്നു. 55 മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റും തെറ്റല്ലേ? അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നമുക്ക് 2024 T20 വേൾഡ് കപ്പ് കുറച്ച് വിവരം കൂടി ഒന്ന് നോക്കാം. വേദി എവിടെയായിരുന്നു? 2024 T20 വേൾഡ് കപ്പിൻ്റെ വേദി വെസ്റ്റ് ഇൻഡീസും US-ഉമായിരുന്നു. വിജയിയായത് ഇന്ത്യ. 2ാമത്തെ തവണയാണ് ഇന്ത്യ വിജയിയാകുന്നത്. 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ 2ാമത് വിജയിയാകുന്നത്. നേരത്തെ 2007 വിജയിയായത്. ICC T20 വേൾഡ് കപ്പ് വിജയിയായത് ആദ്യം 2007 പിന്നെ 2ാമത്തെ വട്ടമാണിപ്പോൾ ഇന്ത്യ വിജയിയാകുന്നത്. തോൽപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയാണ്. ഫൈനലിലെ താരം വിരാട് കോഹ്ലിയായിരുന്നു. 2024 T20 വേൾഡ് കപ്പ് ഫൈനലിലെ താരം വിരാട് കോഹ്ലിയായിരുന്നു. ടൂർണമെൻറ്റിലെ താരം ജസ്പ്രീത് സിംഗ് ബുംറയാണ്. അടുത്തത് 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് കന്നഡ താരമായിട്ടുള്ള ഋഷഭ് ഷെട്ടിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാള സിനിമയാണ്. ശരിയാണ്. മികച്ച പ്രാദേശിക സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മലയാള ചിത്രം ഏതായിരുന്നു? സൗദി വെള്ളക്കയായിരുന്നു. കറക്റ്റാണ്. മികച്ച പിന്നണി ഗായികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീയാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ എല്ലാം ശരിയാണ് എന്നുള്ള ഡി ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദേശീയ ചലച്ചിത്ര അവാർഡ് പഠിച്ചതാണ്. അതുകൊണ്ട് പിന്നെ ഒന്നുകൂടെ പറയുന്നില്ല. 2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉദ്വ തടാകം പുതുതായിട്ട് 4 റംസാർ സൈറ്റുകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽപ്പെട്ടതാണ് ഉദ്വ തടാകം. ജാർഖണ്ഡിലാണ് ഉദ്വ തടാകമുള്ളത്. ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. ഇനി ബാക്കി 3 എണ്ണം കൂടെ നമുക്ക് നോക്കാം. ചക്കരക്കോട്ടൈ പക്ഷി സങ്കേതം, തേർത്തങ്കൽ പക്ഷി സങ്കേതം. ഇത് രണ്ടും പുതുതായിട്ട് വന്നതാണ്. തമിഴ്നാട്ടിലെ പുതുതായിട്ട് വന്ന റംസാർ സൈറ്റുകളാണ്. ഏതാണ്? ചക്കരക്കോട്ടൈ പക്ഷി സങ്കേതം, തേർത്തങ്കൽ പക്ഷി സങ്കേതം. ഇത് രണ്ടും തമിഴ്നാട്ടിലാണ്. ഇനി സിക്കിമിലും ഒരെണ്ണം വന്നു, കേജിയോൾപാൽരി തണ്ണീർത്തടം. സിക്കിമിലെ ഒരേ ഒരു റംസാർ സൈറ്റാണ് കേജിയോപാൽരി തണ്ണീർത്തടം. അതുപോലെ ജാർഖണ്ഡിലെയും ഒരേ ഒരു റംസാർ സൈറ്റാണ് ഉദ്വ തടാകം എന്ന് ഓർത്തിരിക്കുക. ഇനിയുള്ള ഓപ്ഷൻ ബീഹാറാണ്. ബീഹാറിൽ ഏതൊക്കെയാണുള്ളത് എന്ന് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. നക്തി തടാകം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ബീഹാറിലാണ്. അതുപോലെ കൻവാർ തടാകം. കൻവാർ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ബീഹാറാണ് എന്ന് കിട്ടും. കൻവാർ തടാകം
ബീഹാറിലാണ്. പിന്നുള്ളത് നാഗി പക്ഷി സങ്കേതമാണ്. ബീഹാറിലുള്ള റംസാർ സൈറ്റുകളാണ് നാഗി പക്ഷി സങ്കേതം, നക്തി തടാകം, കൻവാർ തടാകം. ഇത്രയും 3 റംസാർ സൈറ്റുകളാണ് ബീഹാറിലുള്ളത്. എന്നാൽ ഇന്ത്യയിൽ എത്ര റംസാർ സൈറ്റുകൾ ഇപ്പോൾ ഉണ്ട്, റംസാർ പ്രദേശങ്ങൾ എത്ര എണ്ണമുണ്ട്? 89 ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ 89 റംസാർ സൈറ്റുകളാണ് ഉള്ളത്. സിക്കിമിലെ, അതുപോലെ ജാർഖണ്ഡിലെ, അതുപോലെ തമിഴ്നാട്ടിൽ 2 കൂടെ ചേർത്തിട്ട് 4 പുതുതായിട്ട് വന്നതാണ്. അങ്ങനെയാണ് 89 റംസാർ സൈറ്റുകൾ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. അടുത്തത് MD വാസുദേവനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നമുക്ക് എഴുതാനാണ്. മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എന്നിവ MDയുടെ ബാലസാഹിത്യ കൃതികളാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. MD ഗാനരചന നിർവഹിച്ച ചലച്ചിത്രമാണ് വളർത്തുമൃഗങ്ങൾ. ശരിയായിട്ടുള്ളതാണ്. 1992 ദേശീയ പുരസ്കാരം നേടിയ കടവ് എന്ന സിനിമ സംവിധാനം ചെയ്തു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1992 ദേശീയ പുരസ്കാരം നേടിയ സിനിമയാണ് കടവ്. അത് സംവിധാനം ചെയ്തതും MD ആണ്. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ 1992 ദേശീയ പുരസ്കാരം നേടിയ കടവ് എന്ന സിനിമ സംവിധാനം ചെയ്തു എന്നാണ് പറയുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് 1991 അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മനുഷ്യർ, നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നിവ MDയുടെ യാത്രാ വിവരണങ്ങളാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. മനുഷ്യർ, നിഴലുകൾ, അതുപോലെ ആൾക്കൂട്ടത്തിൽ തനിയെ, ഇത് രണ്ടും MDയുടെ യാത്രാ വിവരണങ്ങളാണ്. അപ്പം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. എയും ബിയും ഡിയും മാത്രമേ ശരിയായിട്ടുള്ളൂ. സി സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് ഓർക്കുക. ഇനി നമുക്ക് MDയെ പറ്റി നോക്കാം. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് മുഴുവൻ പേര്. ജനിച്ചത് 1933 ജൂലൈ 15 പാലക്കാട് ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ കൂടല്ലൂരിലാണ്. പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിലാണ് ജനിച്ചത്. കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നും അദ്ദേഹം അറിയപ്പെടും. അതുപോലെ നിളയുടെ കഥാകാരൻ, കേരള ഹെമിംഗ്വേ എന്നെല്ലാം അറിയപ്പെടുന്നത് MD വാസുദേവൻ നായരാണ്. മരണം നമ്മൾ പറഞ്ഞതാണ്. ക്രിസ്മസ് ദിനത്തിലാണ് മരിക്കുന്നത്. അതുപോലെ 2024 എന്ന് പറഞ്ഞു. 2024 ഡിസംബർ 25 മരിക്കുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതികൾ 3 നാലുകെട്ട്, ഗോപുരനടയിൽ, സ്വർഗം തുറക്കുന്ന സമയം. ഇത്രയുമാണ്. നാലുകെട്ടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഗോപുരനടയിൽ, അതുപോലെ സ്വർഗം തുറക്കുന്ന സമയം, ഈ 3 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഗോപുരനടയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് PSC. നാലുകെട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് കാലം എന്ന കൃതിക്കാണ്. കാലം എന്ന കൃതിക്കാണ് ഇദ്ദേഹത്തിൻ്റെ കാലം എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് 3 കൃതികൾക്കും. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് 1 കൃതിയേ ഉള്ളൂ, കാലം എന്ന കൃതിക്കാണ് എന്ന് ഓർക്കുക. ഇനി വയലാർ അവാർഡ് 1984 രണ്ടാം ഊഴത്തിന് ലഭിക്കുന്നുണ്ട്. കേന്ദ്ര കഥാപാത്രം ഭീമനാണ്. ഭീമൻ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള MDയുടെ നോവലാണ് രണ്ടാം ഊഴം. അപ്പം വയലാർ അവാർഡ് ഇതിന് 1984 ലഭിക്കുന്നുണ്ട്. ഇനി MDയുടെ വാനപ്രസ്ഥം എന്ന കൃതിക്ക് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നുണ്ട്. വാനപ്രസ്ഥം എന്ന കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ തൂലികാനാമം K. സരള എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ തൂലികാനാമം K. സരള എന്നാണ്. K. സരള എന്നായിരുന്നു അദ്ദേഹം. ഈ തൂലികാനാമത്തിലായിരുന്നു കൃതികൾ എഴുതിക്കൊണ്ടിരുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ആദ്യ തിരക്കഥ മുറപ്പെണ്ണാണ്. MDയും NP മുഹമ്മദും ചേർന്ന് എഴുതിയ നോവൽ ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്. MDയും NP മുഹമ്മദും ചേർന്ന് എഴുതിയ നോവൽ ഏത് എന്ന്. അറബിപ്പൊന്നാണ്. MD എഴുതിയ ഒരേ ഒരു നാടകമാണ് ഗോപുരനടയിൽ. ഇതിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഈ കൃതിക്ക് എന്ന് ഓർക്കുക. അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരേ ഒരു നാടകമാണ് ഗോപുരനടയിൽ എന്ന് ഓർക്കുക. മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ച സിനിമകൾ
4 ഇദ്ദേഹത്തിൻ്റെ തിരക്കഥയ്ക്ക് മികച്ച തിരക്കഥ എന്നുള്ള ദേശീയ അവാർഡ് ലഭിച്ചത്. ഒരു വടക്കൻ വീരഗാഥ, അതുപോലെ കടവ്, സതയം, പരിണയം, ഇത്രയും സിനിമകൾക്കാണ്. ഒരു വടക്കൻ വീരഗാഥയ്ക്ക് ദേശീയ അവാർഡ് ലഭിക്കുന്നത് 1990-ലാണ്. കടവിന് 1992-ലുമാണ്. സതയത്തിനാണെങ്കിൽ 93-ലാണ്. പരിണയത്തിന് 95-ലുമാണ് ലഭിക്കുന്നത്. അപ്പം മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിക്കുന്നത്, ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിക്കുന്നത് 4 സിനിമകൾക്കാണ്. ഒരു വടക്കൻ വീരഗാഥ, കടവ്, സതയം, പരിണയം. ഓർക്കുക. ഇനി ഇദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളാണ് പറയുന്നത്. നിർമാല്യം, ബന്ധനം, വാരിക്കുഴി, മഞ്ഞ്, കടവ്, ഒരു ചെറുപുഞ്ചിരി. ഇതൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളാണ്. കടവ് നമ്മൾ പറഞ്ഞു, തിരക്കഥ എഴുതിയതും അദ്ദേഹമാണ്. കടവ് 1991-ലാണ് സിനിമ ഇറങ്ങുന്നത്. ഇതിന് ദേശീയ പുരസ്കാരം ലഭിക്കുന്നതാണ് 1992-ല്. അപ്പം നിർമാല്യം, ബന്ധനം, വാരിക്കുഴി, മഞ്ഞ്, കടവ്, ഒരു ചെറുപുഞ്ചിരി, ഇത്രയുമാണ് ഇദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ.